നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വൈറലായ പാരഡി ഗാനം പോറ്റിയെ കേറ്റിയെ ആ ഗാനത്തിൽ കേസെടുക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരുന്നു. പക്ഷേ അതിൽ ആ കേസ് എടുക്കേണ്ട ആ ഒരു നിലപാടിൽ ഒരു യു ടേൺ എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് സർക്കാർ അതിൽ നിന്ന് പിന്തിരിയുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. പുതിയ കേസ് വേണ്ട എന്ന നിർദ്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എടുത്ത കേസിൽ മെല്ലെ പോക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. പാർട്ടിയിൽ കൂടുതൽ കേസ് വേണ്ടെന്ന് ADGP ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് പാട്ട് നീക്കില്ലെന്നും മെറ്റയ്ക്കും ഗൂഗിളിനും കത്തയക്കില്ലെന്നും അറിയിപ്പുണ്ട്. എന്തായാലും വലിയ കർശനമായ നടപടിയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അത്തരത്തിലൊന്നുമില്ല, മറിച്ച് അതിൽ നിന്നൊക്കെ പിൻവലിയുകയാണ് സർക്കാർ. അത്തരത്തിലുള്ള കർശനമായ നിലപാടുകളിലേക്ക് കടക്കാതെ പിൻവലിയുകയാണ് എന്നതടക്കമുള്ള ഒരു നീക്കമാണ് ഉണ്ടാകുന്നതെന്ന് വ്യക്തം. എന്തായാലും പാരഡി ഗാനത്തിനെതിരെ കേസെടുക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പാരഡി ഗാനം പാടുന്നത് കേരളത്തിൽ ആദ്യമായാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഈ പാരഡി ഗാനം പാടിയവർക്കും എഴുതിയവർക്കും ട്യൂൺ ചെയ്തവർക്കുമെതിരെ പോലീസ് കേസെടുക്കുമെന്നാണ് പറയുന്നത്. ഇതിനേക്കാൾ ഭേദമാണല്ലോ BJP-ക്കാരെന്നും BJP ചെയ്യുന്നത് പോലെ തന്നെയല്ലേ കേരളത്തിലും ചെയ്യുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. എന്തിനാണ് ഇപ്പോൾ ഇത്രയും നൊന്തത്? പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞത് വിശ്വാസികളെ വേദനിപ്പിച്ചു എന്നാണ്. വിശ്വാസികളെ വേദനിപ്പിച്ച അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടക്കുന്ന പത്മകുമാരൻ തോളിൽ കൈയിട്ടുകൊണ്ടാണ് രാജു എബ്രഹാം നിൽക്കുന്നത്. അയ്യപ്പന്റെ സ്വർണം കവർന്നവർക്കെതിരെ നടപടി പോലും എടുത്തിട്ടില്ല. നടപടി എടുക്കില്ലെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്തതാണ് വിശ്വാസികളെ വേദനിപ്പിച്ചത്. സ്വർണം കവർന്നെടുത്തവരെ CPM സംരക്ഷിക്കുകയാണ്. ഇതേ അയ്യപ്പ ഭക്തിഗാനം ഉപയോഗിച്ച് K കരുണാകരൻ സ്പീഡിൽ പോകുന്നതിനെ കളിയാക്കി CPM-ഉം പാരഡി ഗാനം ഇറക്കിയിട്ടുണ്ട്. ആ പാരഡി ഗാനം CPM-ന്റെ കൈരളി ചാനലിൽ അറിയപ്പെടുന്ന 2 പേരെ കൊണ്ട് പാടിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ പഴയ കാര്യങ്ങൾ കൂടി ഓർക്കണം. K കരുണാകരനെ കളിയാക്കി അയ്യപ്പന്റെ ഭക്തിഗാനം ഉപയോഗിച്ച് പാരഡി ഉണ്ടാക്കാം. എന്നാൽ സ്വർണം കട്ടവരെ കുറിച്ച് പാരഡി പാടില്ലെന്നാണോ ഇത്? എവിടത്തെ വാദമാണ്? ഇതുവരെ കേൾവിയില്ലാത്തൊരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നും VD സതീശൻ വിമർശിക്കുകയുണ്ടായി. മാത്രമല്ല ഇടതുപക്ഷ സർക്കാരിന് യോജിച്ച നടപടിയല്ല ഈ ഒരു പാരഡി ഗാനത്തിന്മേൽ എടുത്തിരിക്കുന്നതെന്ന വിമർശനവും VD സതീശൻ നടത്തി. ഒരുപാട് പേർ ശബരിമലയിൽ വരുന്നുണ്ട്. പക്ഷേ CPM MLA മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും ദേവസ്വം പ്രസിഡന്റുമാരായി ഇരിക്കുമ്പോഴാണ് ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കവർന്നത്. എത്രയോ കള്ളന്മാരും ക്രിമിനലുകളും ഒക്കെ ശബരിമലയിൽ വന്നിട്ടുണ്ടാകാം. പക്ഷേ അയ്യപ്പന്റെ സ്വർണം കട്ടത് ആരാണ്? കട്ടവരെ സംരക്ഷിക്കുന്നത് ആരാണ്? അതേ പാട്ടിന്റെ പാരഡി ഉപയോഗിച്ച് K കരുണാകരനെ അധിക്ഷേപിച്ചപ്പോൾ ആർക്കും ഒരു കുഴപ്പവുമില്ലായിരുന്നു. വാസുവിനെ പത്മകുമാരനെ അധിക്ഷേപിച്ചപ്പോൾ മാത്രമാണ് ഇവർക്കൊക്കെ നൊന്തത് അല്ലെങ്കിൽ ഫീൽ ചെയ്തത് എന്ന വിമർശനവും ശക്തമാണ്. അതേസമയം KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLA-യും വിഷയത്തിൽ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിച്ച ശേഷം ഒരു പാരഡി പാട്ടിനെതിരെ പരാതി കൊടുക്കുന്ന കോമഡിയാണ് CPM-ന്റേതെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLA. പോറ്റിയെ കേറ്റി എന്ന പാരഡി പാട്ടിന് അണിയറ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാനുള്ള നീക്കത്തിനെതിരെ KPCC ആസ്ഥാനത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല കൊള്ളയ്ക്കെതിരെ ഒരു എഴുത്തുകാരന്റെ സർഗാത്മകമായ പ്രതിഷേധമാണ് ആ പാരഡി പാട്ട്. അത് കേട്ടിട്ട് ആർക്കെങ്കിലും വികാരം വ്രണപ്പെടുന്നുണ്ടെങ്കിൽ അത് സ്വർണം മോഷ്ടിച്ചതിന് പിടിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവർക്ക് മാത്രമാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഇടതു സർക്കാരിന്റെ ഭരണപരാജയത്തിനും അഴിമതിക്കുമെതിരെ ജനം തിരഞ്ഞെടുപ്പിൽ നൽകിയ തിരിച്ചടിയിൽ നിന്ന് ശരിയായ പാഠം ഉൾക്കൊള്ളുന്നതിന് പകരം പാരഡി പാട്ടിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നത് അപഹാസ്യമാണ്. ജനങ്ങൾക്ക് ഈ മാസം രണ്ടാമതൊരു വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇതിനും കൂടി ചേർത്തുള്ള പ്രതികരണം അവർ നടത്തുമായിരുന്നുവെന്നും PC വിഷ്ണുനാഥിന്റെ പരിഹാസം. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ആരോഗ്യ മേഖലയിലെ സമ്പൂർണ്ണ തകർച്ച തുടങ്ങിയ നിരവധി വിഷയങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണം. അത് മനസ്സിലാക്കാത്ത CPM-ന് ജന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ തിരിച്ചടി നൽകും. പാരഡി ഗാനം എന്ന സ്പിരിറ്റിൽ CPM ഇതിനെ എടുക്കണം. കേസെടുക്കുന്നത് ഉചിതമല്ല. ഈ പാരഡി പാട്ട് കോൺഗ്രസ് ഇറക്കിയതല്ല, അതിന്റെ അണിയറ പ്രവർത്തകരെ കണ്ടെത്തിയത് മാധ്യമങ്ങളാണെന്നും PC വിഷ്ണുനാഥിന്റെ വിമർശനം. അതേസമയം പോറ്റി പാരഡി ഗാനത്തിൽ CPM തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. പന്തളം ഏരിയ കമ്മിറ്റി അംഗവും പന്തളം രാജകുടുംബാംഗവുമായ പ്രദീപ് വർമ്മയാണ് പരാതി നൽകുക. അയ്യപ്പനെ പ്രചാരണത്തിന് ഉപയോഗിച്ചത് ചട്ടലംഘനമാണെന്ന് കാണിച്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. അയ്യപ്പനെ ഉപയോഗിച്ചുള്ള പാട്ട് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനവും വർഗീയ ധ്രുവീകരണത്തിനും വേണ്ടിയാണെന്നും CPM വാദമുന്നയിക്കുകയാണ്. വളരെ ഗുരുതരമായ തെറ്റ് UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് CPM വാദിക്കുന്നു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മതങ്ങളെയോ മതസ്ഥാപനങ്ങളെയോ ദൈവങ്ങളെയോ ഉപയോഗിക്കാൻ പാടില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇതിനിടയിലാണ്
സ്വാമി അയ്യപ്പന്റെ പേരുള്ള പാരഡി ഗാനം കോൺഗ്രസുകാർ ലീഗുകാരോടൊപ്പം ചേർന്ന് പുറത്തിറക്കിയത്. ഇത് തിരഞ്ഞെടുപ്പിൽ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിനായി മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്നും CPM ആരോപിക്കുന്നു. പത്മകുമാറിനെതിരായ നടപടി ചർച്ച ചെയ്തു. മാത്രമല്ല ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായം തേടും. അഭിപ്രായങ്ങൾ സംസ്ഥാന കമ്മിറ്റി അറിയിക്കും. അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയുടേതാണെന്നും CPM വ്യക്തമാക്കി. അതേസമയം പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെന്ന പാട്ടിന്റെ പേരിൽ നടക്കുന്ന പ്രചാരണങ്ങളിൽ CPM-നെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് VT ബൽറാം. പാട്ടിന്റെ അണിയറ പ്രവർത്തകരുടെ പേര് പുറത്തു വന്നതിന് പിന്നാലെ മതനിന്ന് ആരോപിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് VT ബൽറാം വ്യക്തമാക്കി. ഇതിനെ വർഗീയ വിഷയമാക്കുകയാണ് CPM ചെയ്യുന്നതെന്നും ഇത് കൈവിട്ട കളിയാണെന്നും VT ബൽറാം മുന്നറിയിപ്പ് നൽകി. പാരഡി ഗാനത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് CPM-ന്റെയും ആവശ്യം. അയ്യപ്പ ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണ് ഗാനമെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞിരുന്നു. ഗാനത്തിനെതിരെ രാജ്യസഭാ MP AA റഹീമും രംഗത്തെത്തി. ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചെന്ന് കാണിച്ച് തിരുവാഭരണ പാത സംരക്ഷണ സമിതിയാണ് DGPക്ക് പരാതി നൽകിയത്. പാട്ട് പിൻവലിക്കണമെന്ന് സമിതി സെക്രട്ടറി പ്രസാദ് കൂഴിക്കാൽ ആവശ്യപ്പെട്ടു. അയ്യപ്പ സേവാ സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് പ്രസാദ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റി സ്വർണം ചെമ്പായി മാറ്റിയെന്നും ശാസ്താവിന്റെ ധനം ഊറ്റിയെന്നും സഖാക്കളാണ് സ്വർണം കട്ടതെന്നുമാണ് പാട്ടിൽ പറയുന്നത്. ഖത്തറിൽ ജോലി ചെയ്ത നാദാപുരം ചാലപ്പുറം സ്വദേശി GP കുഞ്ഞബ്ദുള്ളയാണ് പാട്ട് എഴുതിയത്. ഡാനിഷ് എന്ന ഗായകൻ ഇത് ആലപിക്കുകയും CMS മീഡിയ ഉടമ സുബായർ പന്തലൂർ പാരഡി ഗാനം പുറത്തിറക്കുകയുമായിരുന്നു. നാസർ കൂട്ടിലങ്ങാടിയാണ് ഇത് ഡബ് ചെയ്തത്. എന്തായാലും VT ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ച വിമർശനം നോക്കാം. പോറ്റിയെ പാരഡി പാട്ടിൽ അപകടകരമായ ചർച്ചകളിലേക്കാണ് CPM വഴി തുറക്കുന്നത്. പാട്ടെഴുതിയ ആളുടെയും മറ്റു അണിയറ പ്രവർത്തകരുടെയും പേര് വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് ഇത് മതനിന്ദയാണെന്ന നിലയിലുള്ള പ്രചരണത്തിന് CPM-ന്റെ ഉയർന്ന നേതാക്കൾ തന്നെ നേതൃത്വം നൽകുന്നതെന്നത് കാണാതിരിക്കാനാവില്ല. ഇതിനെ ഒരു വർഗീയ വിഷയമാക്കുക എന്നതാണ് മറ്റു പല വിഷയങ്ങളും എന്നതുപോലെ CPM ലക്ഷ്യമാക്കുന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ സമനില തെറ്റിയ CPM ഇക്കാര്യത്തിൽ കൈവിട്ട കളിയാണ് കളിക്കുന്നത്. ജാഗ്രത പുലർത്തേണ്ടത് കേരളമാണെന്നും VT ബൽറാമിന്റെ വിമർശനം. അതേസമയം സ്വർണ്ണപ്പാളി വിവാദത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ MLA പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഫയൽ ചെയ്ത മാനനഷ്ട കേസിൽ കോടതിയിൽ നടക്കാത്ത കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വാർത്തയായി വന്നത് കടകംപള്ളിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് വാർത്തയ്ക്ക് പിന്നിൽ VD സതീശനോ അദ്ദേഹത്തിന്റെ ഓഫീസോ താനോ അല്ലെന്ന് പ്രതിപക്ഷ നേതാവിന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയത്. മാനനഷ്ട കേസിൽ വാദം ആരംഭിച്ചപ്പോൾ VD സതീശൻ ഫയൽ ചെയ്ത ഒബ്ജക്ഷൻ അഫിഡവിറ്റിൽ പറയുന്നത് പ്രതിപക്ഷ നേതാവ് പദവി ഭരണഘടനാ പദവിയാണെന്നും ആ പ്രിവിലേജ് ഉപയോഗിച്ചാണ് കടകംപള്ളിക്കെതിരെ പരാമർശം നടത്തിയതെന്നുമാണ്. എന്നാൽ ഭരണഘടന പ്രകാരം പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഭരണഘടനാ പദവി അല്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി ഉത്തരവുകൾ പരാമർശിച്ചുള്ളതാണ് തന്റെ ആരോപണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദത്തെയും കടകംപള്ളി സുരേന്ദ്രൻ എതിർത്തു. ഇതുവരെ വന്ന ഒരു ഹൈക്കോടതി ഉത്തരവിൽ പോലും തന്നെക്കുറിച്ചോ പിണറായി സർക്കാരിനെ കുറിച്ചോ ഒരു പരാമർശം പോലും ഇല്ല എന്നും കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. ഹൈക്കോടതിയെ പരാമർശിച്ചുള്ള അഫിഡവിറ്റ് നൽകിയെങ്കിലും ഒരു ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പ് പോലും സതീശൻ ഹാജരാക്കിയതുമില്ല എന്നത് കടകംപള്ളിയുടെ അഭിഭാഷകൻ കോടതിയെ ധരിപ്പിച്ചു. ഇത് കോടതിയെ കബളിപ്പിക്കുന്ന പ്രവൃത്തിയാണെന്നും കടകംപള്ളിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. സ്വന്തം നിലയിൽ അന്വേഷണം നടത്തിയാണ് ആരോപണം ഉന്നയിച്ചതെന്ന VD സതീശൻ ഉന്നയിച്ച വാദം വ്യക്തമാക്കുന്ന എന്തെങ്കിലും അന്വേഷണ റിപ്പോർട്ടും തെളിവുകളും കോടതിയിൽ ഹാജരാക്കാൻ VD സതീശന് കഴിഞ്ഞതുമില്ല. ഇത് കടകംപള്ളിയുടെ അഭിഭാഷകൻ ചലഞ്ച് ചെയ്തിട്ടും ഒരു തെളിവും കോടതിക്ക് നൽകാൻ പ്രതിപക്ഷ നേതാവിന് സാധിച്ചില്ല എന്നും കടകംപള്ളി വാദിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.